2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇതാണ്: എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം. ക്രിസ്ത്യൻ എന്ന പേർ നോക്കുമ്പോൾ അതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ്? ആദ്യത്തെ 6 അക്ഷരങ്ങളിൽ എന്താണ് കാണുന്നത്? എന്താണ്? ക്രൈസ്റ്റ്. മ്യൂസീഷ്യൻ, അതായത് സംഗീത വിദ്വാൻ, എപ്പോഴും സംഗീതത്തിൽ മുഴുകിയിരിക്കുന്നതായ വ്യക്തിയാണ്. അതുപോലെ മജീഷ്യൻ, അതായത് മാജിക്ക് ചെയ്യുന്ന വ്യക്തി, എപ്പോഴും മാജിക്കിൽ ആശ്രയിച്ച് ജീവിക്കുന്നവനായ വ്യക്തിയാണ്. ഫിസീഷ്യൻ, അതായത് ഡോക്ടർ, എപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായ തിരക്കിലാണ്. ക്രിസ്ത്യൻ, അതിൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴും ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്ത്യനിൽ ക്രൈസ്റ്റുണ്ട്. ക്രൈസ്റ്റ് ഇല്ലാത്തതായ ക്രിസ്ത്യൻ യഥാർത്ഥത്തിലൊരു ക്രിസ്ത്യൻ അല്ല. ക്രിസ്തു ഇല്ലാത്തതായ ക്രിസ്ത്യാനി ഒരിക്കലും ക്രിസ്ത്യാനിയാകില്ല. ഇവിടെ പറയുകയാണ്, എൻ്റെ നാമം വിളിക്കപ്പെടുന്ന എൻ്റെ ജനം. ഇപ്പോഴത്തെ കാലഘട്ടവുമായിട്ട് ചേർത്ത് പറയുകയാണെങ്കിൽ, ക്രിസ്ത്യാനികളായി വിളിക്കപ്പെടുന്ന എൻ്റെ ജനം എന്താണ് പറയുന്നത്? തങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട്, തങ്ങളെ തന്നെ താഴ്ത്തി. അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്ത്യാനി തങ്ങളെ തന്നെ താഴ്ത്തേണം എന്നതാണ് ദൈവം പറയുന്നത്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആരാണെന്നറിയാമോ? നിഗളിക്കുന്നവൻ അല്ല, നിഗളത്തോടെ സംസാരിക്കുന്നവനല്ല, അഹംഭാവത്തോടെ പെരുമാറുന്നവനല്ല, പൊങ്ങച്ചത്തോടെ സംസാരിക്കുന്ന വ്യക്തി അല്ല, നിഗളത്തോടെ പെരുമാറുന്നവനല്ല, സ്വയം പുകഴ്ത്തി പറയുന്നവനല്ല. ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ താഴ്മയുണ്ട്. ക്രിസ്തു എന്ന് പറയുമ്പോൾ അതിലൊരു താഴ്മയുണ്ട്. എങ്ങനെയുള്ള താഴ്മയെന്നറിയാമോ? അവൻ ദൈവത്തോടുള്ളതായ സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് മനുഷ്യനായി അവതരിക്കുവാൻ ഇടയായി. കർത്താവിൽ നമുക്ക് വലിയ ഒരു താഴ്മയെ കാണുവാനായിട്ട് കഴിയും. അവൻ സ്വയം താഴ്ത്തി. പ്രപഞ്ചത്തെ പരിപാലിക്കുന്നവനായ ദൈവമായിരുന്നിട്ട് പോലും നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും അവൻ ക്രൂശിൽ മരിക്കുന്നിടത്തോളം തന്നെ താഴ്ത്തിക്കൊടുത്തു. ക്രൂശു മരണം എന്ന് പറയുമ്പോൾ എന്തെന്നറിയാമോ? അത് വളരെ ശപിക്കപ്പെട്ടതാണ്. വലിയ ദുഷ്ടന്മാർക്ക്, വലിയ നീചന്മാർക്ക്, വലിയ പാപികൾക്ക് വിധിക്കുന്നതായ വളരെ ക്രൂരമായ ശിക്ഷയാണ് ക്രൂശു മരണമെന്നത്. ക്രൂശിൽ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുക എന്നത്. അതിനേക്കാൾ നീചമായ, അപമാനകരമായ മറ്റ് യാതൊരു ശിക്ഷാവിധിയും ഇല്ല എന്നാണ് ക്രൂശുമരണത്തെക്കുറിച്ച് പറയുന്നത്. അവൻ എനിക്കും നിനക്കും വേണ്ടി യേശു എത്രത്തോളം താഴ്ത്തിയെന്നറിയാമോ? ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തുവാൻ ഇടയായി. അത്രത്തോളം കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. ആ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നിന്നും ജനിച്ചു വന്നതായ ജനമാണ് ക്രിസ്ത്യാനികൾ. അവരുടെ സിരകളിൽ കൂടി ഒഴുകുന്നതാണ് താഴ്മയുള്ള സ്വഭാവം. അവരുടെ പെരുമാറ്റത്തിലാകട്ടെ, അവരുടെ വാക്കുകളിലാകട്ടെ, ഇടപാടുകളിലാകട്ടെ ഒരിക്കലും നിഗളമുണ്ടാകുവാൻ, അഹങ്കാരം ഉണ്ടാകുവാൻ പാടില്ല. ഒരുപക്ഷെ ഞാനൊരു പാപിയാണ്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് നീ പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിലും നീ അതേ ഭാവത്തോടെ ആയിരിക്കണം. കർത്താവേ ഞാൻ ഒരു യോഗ്യതയുമില്ലാത്ത വ്യക്തിയാണ് എന്ന് നീ കർത്താവിന് മുൻപിൽ പറയുകയാണെങ്കിൽ സമൂഹത്തിലും നീ അതേ രീതിയിലായിരിക്കണം. കർത്താവേ യാതൊരു ഗതിയുമില്ലാത്ത എന്നോട് നീ മനസ്സലിവ് കാണിച്ചു, നീ എന്നെ ഉയർത്തിയെന്ന് പറയുകയാണെങ്കിൽ മറ്റുള്ള മുൻപിലും നീ അതേ മനസ്സ് കാണിക്കണം. കർത്താവിന് മുമ്പിൽ താഴ്മയുടെ വാക്കുകൾ നീ പറയുന്നു, എന്നാൽ വെളിയിൽ വന്നിട്ട് നീ പൊങ്ങച്ചം പറയുന്നു. ഇത് കർത്താവ് അനുവദിക്കില്ല. നീ കർത്താവിൻ്റെ മുൻപിൽ എത്ര താഴ്മയോടെ ഇരിക്കുന്നുവോ അതേ താഴ്മ മറ്റുള്ളവരുടെ മുൻപിലും നീ കാണിക്കുക, അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുക ഇല്ല. സാധു സുന്ദർ സിംഗ് വളരെ ശ്രേഷ്ഠനായ ദൈവദാസനായിരുന്നു. ആ കാലത്ത് അദ്ദേഹത്തെ സെയിൻറ്റ് സാധു സുന്ദർ സിംഗ് എന്നാണ് ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. വിശുദ്ധനായ മനുഷ്യൻ എന്നാണ് മറ്റുള്ളവർ വിളിച്ചിരുന്നത്. ആ കാലത്ത് ആ ദേശത്തുണ്ടായിരുന്നതായ സകല ആളുകളും അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ വിളിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തോട് ഇഷ്ടമില്ലാത്ത കുറച്ച് ആളുകൾ ചേർന്ന് എന്തിനാണ് ഇത്രത്തോളം വില ഈ മനുഷ്യന് കൊടുക്കുന്നത്? ഇദ്ദേഹത്തെ സെയിൻറ്റ് സാധു സുന്ദർ സിംഗ് എന്നാണല്ലോ വിളിക്കുന്നത്. ഇദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് കുറച്ചു പേർ തീരുമാനിച്ചുകൊണ്ട് അങ്ങനെ അദ്ദേഹം താമസിക്കുന്ന കൂടാരത്തിൻ്റെ അരികിലേക്ക് അവർ ചെന്നു. അവർ ചെന്ന സമയത്ത് കൂടാരത്തിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് സാധു സുന്ദർ സിംഗ് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയാണ്: കർത്താവേ,
ഞാൻ എല്ലാവരെക്കാളും പാപിയായ മനുഷ്യനാണ്, നീചനായവനാണ്, ദോഷമുള്ളവനാണ്, ദുഷ്ടനായ മനുഷ്യനാണ്, അശുദ്ധനായവനാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വിമർശിക്കാൻ ചെന്ന ആളുകൾ സാധു സുന്ദർ സിംഗിനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി, നിങ്ങളുടെ ജീവിതം എന്താണെന്ന് മനസ്സിലായി. എന്തു മനസ്സിലായി? നിങ്ങൾ നീതികെട്ടവനാണെന്നും നിങ്ങൾ പാപിയായ മനുഷ്യനാണെന്നും ദുഷ്ടനായ മനുഷ്യനാണെന്നും നിങ്ങളുടെ നാവുകൊണ്ട് തന്നെ പറയുന്നത് ഞങ്ങൾ കേട്ടു. ശരി, അത് സത്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ പാപിയാണെന്ന് നിങ്ങൾ പറയുന്നു, എന്നാൽ ലോകക്കാർ നിങ്ങളെ നോക്കി വിശുദ്ധനാണെന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? എന്തുകൊണ്ട് അവർ അങ്ങനെ പറയുന്നു? അപ്പോൾ സാധു സുന്ദർ സിംഗ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ പാപിയായ മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് എൻ്റെ കർത്താവ് എന്നെ വിശുദ്ധനാക്കി മാറ്റിയത്. അതുകൊണ്ടാണ് എന്നിൽ വിശുദ്ധി ജനങ്ങൾ കാണുന്നത്. എന്നാൽ നിങ്ങൾ പാപികളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ജനം നിങ്ങളെ പാപികളായി തന്നെ കാണുന്നു. അറിയാമോ, ഒരു വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് കർത്താവേ, ഞാൻ പാപിയാണ്, അശുദ്ധനാണ്, എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറയുമ്പോഴാണ് കർത്താവ് അവനോട് കരുണ കാട്ടി അവനെ വിശുദ്ധനാക്കുന്നത്, അവനെ കഴുകി ശുദ്ധീകരിക്കുന്നത്. അങ്ങനെ അവരെ ലോകത്തിന് മുമ്പിൽ നീതിമാന്മാരാക്കി നിർത്തും. നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ നീതിമാന്മാരാണെന്ന്, നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ പരിശുദ്ധരാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നില്ല, ദൈവസന്നിധിയിൽ നിങ്ങൾ ഏറ്റുപറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധരാണെന്ന് നടിക്കുന്നു. എന്നാൽ മറ്റുള്ള ആളുകൾ നിങ്ങളിൽ പാപം കാണുന്നത് കൊണ്ട് നിങ്ങളെ പരമ പാപികളാക്കി മുദ്രകുത്തുന്നു, ദുഷ്ടരാക്കി നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? നാം എപ്പോഴാണോ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോഴാണ് കർത്താവ് നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നത്. നീ എപ്പോൾ വരെയാണ് ഒരു പാപിയാണെന്ന് നീ സമ്മതിക്കാതെ ഇരിക്കുന്നത്, അപ്പോൾ വരെയും നിന്നിൽ ഒരു നല്ല വ്യക്തിയെ നിന്റെ ചുറ്റുപാടുമുള്ളവർക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. നീതിമാനെ കാണുവാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിനക്ക് മാനസാന്തരം വരാത്തത് കൊണ്ട്. നമ്മൾ താഴ്ത്തുമ്പോൾ മാത്രമേ നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് കർത്താവ് നമ്മെ നീതിമാന്മാരാക്കി മാറ്റിയെടുക്കുകയുള്ളൂ. പരിശുദ്ധനായ പിതാവേ, വളരെ വ്യക്തമായി നീ ഞങ്ങളോട് സംസാരിച്ചതോർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുകയാണ്. ക്രിസ്ത്യൻ എന്ന വിളിയിൽ തന്നെ ക്രൈസ്റ്റ് ഉണ്ട്. ക്രൈസ്തവനിൽ ക്രിസ്തു എപ്പോഴും ഉണ്ടായിരിക്കണം. ക്രിസ്തു ഉള്ളവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ക്രിസ്തു ഇല്ലാത്തതായ ക്രിസ്ത്യാനി മരിച്ച ക്രിസ്ത്യാനിയാണ്. അങ്ങനെയുള്ള ജീവിതം ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. ക്രിസ്തുവിനോട് കൂടിയുള്ളതായ ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തതായ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, കർത്താവേ, ഞങ്ങൾ ക്ഷമയാചിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് നീ പരിപൂർണമായ സൗഖ്യം നൽകുമെന്ന് വചനം പറയുന്നുവല്ലോ. ശാരീരികമായിട്ടുള്ളതായ വിടുതൽ, ഞങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തികമായിട്ടുള്ളതായ വിടുതൽ, ഞങ്ങളുടെ കുടുംബത്തിൽ നാളുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം, ഇന്ന് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ ഏത് പ്രശ്നമാണെങ്കിലും അതിൽ നിന്നും വിടുതൽ ഞങ്ങൾക്ക് ലഭിച്ച് ഞങ്ങൾക്ക് നീ സമൃദ്ധി നൽകും. അങ്ങനെയുള്ള സമൃദ്ധി ഞങ്ങൾക്ക് നൽകണമേ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.